നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആ രാത്രിയിൽ ഉത്സവപ്പറമ്പ് വെറും വേദിയിലായിരുന്നു. അത് സംഗീതത്തിന്റെയും ഭക്തിയുടെയും സന്തോഷത്തിന്റെയും മനുഷ്യഹൃദയങ്ങൾ ഒന്നായിരിക്കുന്നതിന്റെയും പ്രതീകമായിരുന്നു. പെട്ടെന്ന് പൊട്ടുന്ന പടക്കങ്ങളുടെ ശബ്ദം ആകാശത്തെ വിറപ്പിച്ചു. വർണ്ണപടലങ്ങൾ ഉയർന്നു പതിക്കുന്ന കാഴ്ച കാണികളുടെ ഹൃദയത്തിൽ വിസ്മയത്തിന്റെ നിറം. ആ പറമ്പ് ആ രാത്രി വെറുമൊരു സ്ഥലമല്ല, ആളുകൾ ഒത്തുചേർന്ന് ഹൃദയം നിറഞ്ഞ് ആഘോഷിക്കുന്ന സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി മാറിയിരുന്നു. മേഘൻ പഞ്ചാരി മേളത്തിനൊത്തുള്ളുന്നവർക്കിടയിലേക്ക് നൂണ്ടുകയറിക്കൊണ്ട് ആ കൂട്ടത്തിന് നടക്കുന്ന അർമാദിക്കുന്ന രാഹുവിനെ രുദ്രനടുത്തേക്ക് നൂണ്ടു ചെല്ലുന്നിടയിൽ വിളിച്ചു. ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽപ്പെട്ട് അവന്റെ ശബ്ദം മുങ്ങിപ്പോയതുകൊണ്ട് തന്നെ അവരത് കേട്ടില്ല. ചുറ്റിനുമുള്ള ആളുകൾ ആ കൂട്ടത്തിൽ മേഘനെ കണ്ടതോടെ അവന് ഇടംവലം തിരിയാൻ സമ്മതിക്കാതെ അവന് മുന്നിൽ നിന്ന് തുള്ളി. ആർക്കിടയിൽ നിന്ന് ഒരുവിധം മുന്നിലേക്ക് നീങ്ങിക്കൊണ്ട് മേഘൻ രുദ്രനെ വിളിച്ചു. ഈ പ്രാവശ്യം വിളിക്കുന്നേണ്ട ഒരു ചെറുപ്പക്കാരൻ രുദ്രനെ തട്ടി വിളിച്ചുകൊണ്ട് മേഘൻ നിൽക്കുന്നിടത്തേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. സർവവും മറന്നുകൊണ്ട് ആ ചെണ്ടമേളത്തിനൊത്തി ചലിച്ചുകൊണ്ടിരിക്കുന്നവൻ ആട്ടം നിർത്തിക്കൊണ്ട് മേഘൻ നിൽക്കുന്നിടത്തേക്ക് നോക്കി. അവൻ നോക്കുന്ന കണ്ടതും മേഘൻ അവനെ തന്റെ അടുത്തേക്ക് വരാനെന്നവൾ കൈ കാണിച്ചു. അത് കണ്ട് അവൻ വിയർപ്പിൽ മുങ്ങിയ മുഖം ഒന്ന് ഷോട്ടിൽ തുടച്ചുകൊണ്ട് അവനടുത്തേക്ക് നീങ്ങി. ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങിയവനെ കാണെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ചെറുപ്പക്കാർ അവനെ അതിനെ സമ്മതിക്കാതെ അവന്റെ മുമ്പിൽ നിന്ന് തുള്ളിൽ തുടങ്ങി. ഇപ്പൊ ഒരാളെ തെണ്ടികളെ അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്നൊരു വിധം മേഘനടുത്തേക്ക് നീങ്ങി. എന്താ ഏട്ടാ? കാതടിപ്പിക്കുന്ന ചെണ്ടമേളത്തിന്റെ ശബ്ദം കാരണം അവനൊരു ചെവി പൊത്തിപ്പിടിച്ച് അവന് മുഖം ചുളിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേവിക്ക് പറ കൊടുക്കാനുള്ള സമയമായി. ഉത്സവപ്പം നടക്കിലേക്ക് കയറും. നീ പോയി അയർത്തി വിളിച്ചിട്ട് വാടാ. അവന് ഉയർന്നു കേൾക്കുന്ന വാദ്യഘോഷങ്ങളുടെ ശബ്ദം കാരണം ഒരു ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? അവൻ പറഞ്ഞ പകുതിയും കേൾക്കാൻ കഴിയാതെ അവൻ ഉച്ചത്തിൽ ചോദിച്ചു. എടാ കോപ്പ, വീട്ടിൽ പോയി അവളെ കൂട്ടിയിട്ട് വരാൻ. പറ കൊടുക്കാൻ സമയമായിന്ന് അവൻ നേരത്തെയും ശബ്ദത്തിൽ പറഞ്ഞു. ഏർത്തി വിളിക്കാനോ? അവൻ എടുത്തി ചോദിച്ചു. അവനും കാത് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടൻ എവിടെ പോവാ? എനിക്കിത് കഴിയാതെ പോകാൻ പറ്റില്ല. അവൻ പരമാവധി തന്റെ ശബ്ദമുയർത്തി. നീ വേഗം അവളെ പോയി കൂട്ടിയിട്ട് വാ. അവളവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. മുത്തശ്ശൻ എവിടെ? നീ കണ്ടോ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുന്നേ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത്. അവിടെയുണ്ട്. അവൻ മറുപടി നൽകിക്കൊണ്ട് അവനൊപ്പം ആ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന് വണ്ടി ലക്ഷ്യം വെച്ച് നടന്നു. നമ്മുടെ ആളുകളൊക്കെ ഇവിടെ ഇല്ലേടാ. ആ ദേവേന്ദ്രനാണെങ്കിൽ ആ പെൺകൊച്ചിനെ വിളിച്ചു വരാന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. മേഘൻ ചുറ്റിയൊന്ന് കണ്ണു വായിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, എല്ലാം സെറ്റാ. ഇവിടെ വന്ന് ഒരുത്തനെ അലമ്പുണ്ടാക്കില്ല. ഈ ഉത്സവം നമ്മൾ തൂക്കും. അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. പോയിട്ട് പെട്ടെന്ന് വന്നേക്കണം, ഉത്സവം കഴിയും. അവൻ ഓർമ്മപ്പെടുത്തി. ഞാൻ ദേ വന്നേട്ടാ. അവൻ പറഞ്ഞുകൊണ്ട് താറുവെടുത്തൊന്നും പോയി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? പുറകിൽ വന്ന് ഇന്ദ്രനടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. നീ ഇതപ്പോ ഒന്ന്? ഞാൻ കുറച്ചേറെ വന്നിട്ട് അവളെയും കൊച്ചിനെയും കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ട് വരുന്ന വഴിയാ. എന്താ പോയി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തങ്ങൾക്ക് ചുറ്റിനും എന്തിനോ വേണ്ടി അറിയുന്ന മേഘന്റെ കണ്ണുകളെ കാണെ ഇന്ദ്രൻ നെറ്റി വിളിച്ച് ചോദിച്ചു. വരത്തന്മാര് കുറച്ചു പേര് കിഴക്കൂന്ന് ഇറങ്ങിയിട്ടുണ്ട്, എന്നോട് മണീന പറഞ്ഞ്. മേഘൻ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഇന്ദ്രന്റെ കണ്ണുകൾ അവനൊപ്പം ചുറ്റിനും വീക്ഷിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ തട്ടത്തിൽ വന്ന് കളിക്കാനും മാത്രം വളർന്നവന്മാര്. ഇന്ദ്രൻ ആളുകളാൽ മൂടി നിൽക്കുന്ന വലിയ ഉത്സവമുറ്റത്തിന്റെ പല കോണുകളിലുമായി തന്റെ കണ്ണുകൾ അലയാൻ അനുവദിച്ചുകൊണ്ട് തന്റെ മീശ ഒന്ന് പിരിച്ചു വെച്ച് മേഘനോട് പറഞ്ഞു. തട്ടേ കയറ്റാൻ ആളുണ്ടെങ്കിൽ പിന്നെ അവന്മാർ ഉറപ്പായിട്ടും കയറി കാണും. നീ ആ പെൺകൊച്ചിനെയും കൊച്ചിനെയും നോക്കിക്കോ. അവന്മാരകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും നടക്കും. അവൻ പറഞ്ഞുകൊണ്ട് മുണ്ടൊന്ന് മടക്കി കുത്തിയതും ഒരു വെടി ശബ്ദത്തോടു കൂടി ആനയുടെ ചിഹ്നങ്ങളിൽ ആ ഉത്സവപ്പറമ്പിനെ ആകെ വിറകൊളിച്ചുകൊണ്ട് ഉയർന്നേറ്റത് ഒന്നിച്ചായിരുന്നു. മേഘനും ഇന്ദ്രന്റെ മുന്നിലേക്ക് നോക്കിയതും കാണുന്നു നാലുപാടും ചിതറിയോടുന്ന ആളുകൾക്ക് നടുവിലൂടെ മതം പൊട്ടി ലക്ഷ്യമില്ലാതെ ഓടുന്ന കൊമ്പനെയാണ്. ആ കാഴ്ച കാണെ ഇന്ദ്രന്റെയും മേഘന്റെയും കണ്ണുകൾ ഒരുപോലെ മിഴിച്ചു വന്നു. ആ പണി തുടങ്ങി. മേഘൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ കൈയും പിടിച്ച് കമ്മിറ്റി ഓഫീസ് ലക്ഷ്യം വെച്ച് വേഗത്തിൽ ഓടി. ഇതെന്താണ് നീ വന്നേ? നിന്റെ ഏട്ടനാ ചൊറിയൻ ചേനെന്തിയെ? ആൾ ഉമ്മറത്ത് വന്നിരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരെ നോക്കി ചോദിച്ചുകൊണ്ട് ചാരുപടിയിൽ നിന്ന് എഴുന്നേറ്റ് ഓരോ പടികളായി ഇറങ്ങി അവനടുത്തേക്ക് നീങ്ങി. ഏട്ടന് അവിടുന്ന് വരാൻ പറ്റില്ല എടുത്തി, ഇടയിലെന്തോ വന്ന് പെട്ടിട്ടുണ്ട്. രുദ്രൻ അവളെ വണ്ടിക്കകത്തേക്ക് കയറാൻ സഹായിച്ചുകൊണ്ട് മറുപടി നൽകി. ഇതെന്ത് കോലാടാ കുഞ്ഞാ, വിയർത്ത് കുളിച്ച് ആകെ മുഷിഞ്ഞ്. ഇങ്ങനെ മുഷിയാൻ മാത്രം നിനക്ക് അവിടെ എന്തായിരുന്നു പണി? ആളവന്റെ മുടിയൊന്ന് ഉലച്ചു വിട്ടുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്കല്ലേ പണി, ഏടത്തിയുടെ കെട്ടിയവനൊക്കെ അവിടെ തമ്പുരാൻ കളിച്ചിടക്കല്ലേ. അവൻ അവളോട് പറഞ്ഞോട് വണ്ടി എടുത്തു. അതിന് മാത്രം എന്ത് പണിയാണാവോ? നിന്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നു. നിന്റെ ഈ കോലം കണ്ടിട്ട് നല്ലോണം തുള്ളി മറിഞ്ഞ മട്ടുണ്ടല്ലോ. അവൾ അവൻ നോക്കി കാര്യഭാഗത്തിൽ തിരക്കി. പിന്നെ ഇല്ല, അതില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഉത്സവം. അവൻ വണ്ടി ഓടിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ തനിക്കരികിലിരിക്കുന്നവരോട് തിരക്കി. എന്നിട്ട് നിന്റെ ഏട്ടന് ഈ കോലത്തിനാണോ ഉള്ളത്?
ഏയ് അങ്ങേര് കെട്ടിക്കഴിഞ്ഞോളൊന്ന് ഒതുങ്ങിയ മട്ട, ഇല്ലേ ഞങ്ങളുടെ കൂടെ കൂടേണ്ടതാ. സത്യം പ്രയർത്തി, നിങ്ങൾ എന്റെ പാവയുടെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കല്ലേ? അവനൊരു കുറുമ്പോടെ ചോദിച്ചു. ഓ പിന്നെ, അങ്ങനെ കെട്ടിയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഏട്ടനാണല്ലോ അത്. കെട്ടിയിടേണ്ട താമസം, അങ്ങേര് ആ കെട്ടുമുടിച്ച് എപ്പോ ഓടിയെന്ന് ചോദിച്ചാൽ മതി. അവളൊരു കെറുവോടെ പറഞ്ഞു നിർത്തിയതും അവന്റെ ചിരി അവിടെ ഉയർന്നു. പെട്ടെന്നാണ് അവരുടെ വണ്ടി കുറുകിയായ ഒരു ജീപ്പ് കൊണ്ടുവന്ന് സഡൻ ബ്രേക്കിട്ട് നിർത്തിയത്. ഏത് എന്റെ മോനാണത്? രുദ്ര വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തറയിട്ടുകൊണ്ട് തങ്ങൾക്ക് മുമ്പിൽ നിർത്തിയിരിക്കുന്ന ആ ജീപ്പിലേക്ക് നോക്കി ചീറി. ഓ, അപ്പൊ മക്കള് പണിയാനിറങ്ങിയതാണ്. തങ്ങൾക്ക് നേരെ കയ്യിൽ ആയുധങ്ങളുമായി നടന്നടക്കുന്നവരെ നോക്കി അവൻ പറഞ്ഞു. അതിൽ നിന്നിറങ്ങിയവരുടെ കയ്യിലെ ആയുധങ്ങൾക്കാണ് ഭൂവിയുടെ നെഞ്ചൊന്ന് ആഞ്ഞിടിച്ചു. രുദ്ര, നമുക്ക് പോവാം. ആൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവനെ വാക്കാൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിക്കരുതി, ഞാനിപ്പോ വരാം. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആളുടെ കൈ അവന്റെ ഇടത് കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ അതിൽ നിന്ന് തടഞ്ഞു. പറഞ്ഞു കേൾക്കുഞ്ഞ, അവരൊരുപാട് പേരുണ്ട്. ആൾ അവനെ നോക്കി പറഞ്ഞു. അവരിൽ ഒരാൾ അവനെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടിരുന്നു. രുദ്ര! അത് കാണെ അവളുടെ ശബ്ദം അവിടെ ഉയർന്നു. കൈയെടുത്തു മാറ്റാ. തന്റെ കോറിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നവനെ നോക്കി രുദ്രം മുരണ്ട്. ഓ, ചെറിയ തമ്പുരാൻ നിന്ന് അങ്ങ് കത്തുവാണല്ലോ. ആരെ കണ്ടിട്ടാ നിന്റെ ഈ തിളപ്പ്? അയാൾ ചോദിച്ചുകൊണ്ട് അവനെ പിടിയൊന്ന് മുറുക്കി. അവന്റെ ദേഹത്ത് കൈയെടുക്കണം. ഭൂവി അയാൾക്ക് മുന്നിലേക്ക് വന്ന് അവനെ അയാളിൽ നടത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തു പറച്ചില്ല തമ്പുരാട്ടി, ഇവനെ തീർത്തിട്ട് വേണ്ടേ നമുക്കങ്ങ് പോവാൻ? അയാൾ അവളെ നോക്കി വക്രിച്ചൊരു ചിരിയോടെ പറഞ്ഞു. രുദ്രന്റെ കൈകൾ അവന്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി സ്വന്തമാക്കിയ ശേഷം അത് അയാളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതിനാൽ തന്നെ അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു പകപ്പോടെ അവന്റെ കത്തിവനക്ക് മുന്നിൽ ഒന്ന് ഉമിനീരിറക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന തങ്ങളുടെ യജമാനെ നോക്കി നിന്നു. ആരെ എവിടെ കെട്ടിയെടുക്കുന്നതാളമായ നീ പറഞ്ഞ്? രുദ്രൻ തന്റെ കയ്യിലൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുന്നവന്റെ വലത് കൈ അവനിൽ നിന്ന് പിഴുതു മാറ്റുന്ന പോലെ തിരിച്ച ശേഷം തന്റെ കയ്യിലെ കത്തിയാൽ അവന്റെ കഴുത്തിൽ ചെറിയ തോതിൽ ഒരു കീറൽ സൃഷ്ടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. അയാൾ അവന്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാതെ വേദനയാൽ ഉച്ചത്തിൽ അലറി. നീയൊക്കെ വന്നു കയറിയ സ്ഥലം മാറിപ്പോടാ, ഇനിയിപ്പൊ കിട്ടുന്ന അത്രയും വാങ്ങിക്കൂട്ടിയുടെ മോനയ്ക്ക് ഇവിടുന്ന് പോകും. രുദ്രൻ പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിൽ വെച്ചിരുന്ന കത്തി അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ആഴത്തിലൊന്ന് വരിഞ്ഞു വിട്ടുകൊണ്ട് അവന്റെ തോൾഭാഗത്തേക്ക് അത് കുത്തിയിറക്കിയ ശേഷം അയാളെ താഴേക്ക് തള്ളിയിട്ടു. അയാൾ വേദനയാൽ താഴെ കിടന്ന് പിടയുന്നവനൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് നോക്കി. അത് കണ്ടതും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു അവന്റെ കയ്യിലുണ്ടായിരുന്ന വാള ആഞ്ഞു വീശി. എന്നാൽ അവനെ തന്റെ ദേഹത്ത് പതിക്കുന്നതിന് മുന്നേ തികഞ്ഞൊരു അഭ്യാസിയെ പോലെ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ട് അത് പിടിച്ചെടുത്ത് എതിരെ നിൽക്കുന്നവന്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞു ചവിട്ടി. അവന്റെ അലർച്ച അവിടെ ആകമാനം മുഴങ്ങിക്കേട്ടു. അത് കണ്ടതും ബാക്കിയുണ്ടായിരുന്നവരെല്ലാവരും അവർ നേർക്ക് പാഞ്ഞെടുത്തു. അത് കാണാൻ അവൻ കയ്യിലെ വാളിൽ പിടിമുറുക്കിക്കൊണ്ട് അവർ ഓരോരുത്തരെയും നേടാൻ മാത്രം നിന്നു. തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്നവരിൽ നിന്ന് അണുവിട ദൃഷ്ടി പറിച്ചു മാറ്റാതെ അവൻ വിളിച്ചു. അവന്റെ ശബ്ദം കേട്ടത് അതുവരെ തങ്ങൾക്കരികിലേക്ക് പാഞ്ഞു വരുന്നവരിൽ മിഴികൾ പതിപ്പിച്ച് നിന്നവൾ അവനെ തിരിഞ്ഞു നോക്കി. അവൻ പറഞ്ഞോട് നെറ്റി വിളിഞ്ഞു. അവൻ അലർന്ന പോലെ പറഞ്ഞുകൊണ്ട് തന്നെ നേർക്കൊന്നവന്റെ കാലിൽ ആഞ്ഞൊന്ന് വിട്ടി. അത് കേട്ടതും അവൾ അടുത്ത നിമിഷം തന്നെ ഇല്ലെന്ന പോലെ വിലങ്ങനെ തലയാട്ടി. നോക്കി നിൽക്കാതെ ഇവിടുന്ന് പോയെടുത്തി. അവൻ പറയുന്നതിനൊപ്പം തനിക്ക് നേരെ ആയുധം വീശി നിൽക്കുന്ന നടുവിൽ നിന്നുകൊണ്ട് അവരെ ഓരോരുത്തരെയും നേരിടുന്നതിനോട് പറഞ്ഞു. നിന്നോട് തനിയെ വിട്ടിട്ട് ഞാൻ പോയില്ല രുദ്ര. അടുത്ത നിമിഷം അവളിൽ നിന്ന് വന്ന മറുപടിക്ക് അകമ്പടിയോടെ അവിടെ താഴെ കിടന്ന് പിടയുന്നവനെ തോൾ തറച്ചിരുന്ന കഠാരവൾ പറിച്ചെടുത്തുകൊണ്ട് രുദ്രന് ചുറ്റും കൂടി നിന്നവന്മാരിൽ ഒരുവന്റെ കഴുത്തിന് താഴെ ആഞ്ഞു തറച്ചത് ഒന്നിച്ചായിരുന്നു. ഒരു നിലവിളിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞവന്റെ അടിനാവി നോക്കി താങ്ങിക്കൊണ്ട് അവൾ നേരെ നിന്നു. രുദ്രൻ ഉൾപ്പെടെ എല്ലാവരും നിമിഷത്തേക്ക് അവൾ നോക്കി നിന്നുപോയി. ഉടുത്തിരുന്ന ചുവന്ന ചേലയുടെ തുമ്പപ്പാട് ഇടുപ്പിലേക്ക് തിരികിക്കൊണ്ട് അവൾ കയ്യിലെ കത്തി ശക്തമായി മുറുകെ പിടിച്ചു. ആ കത്തി നേരെ മുന്നോട്ട് ഉയർത്തിയവൾ കളരി നിലയിലെന്ന പോലെ കാൽ തൊപ്പി നിന്നപ്പോൾ ഒരൊറ്റ പ്രതിരോധത്തിനും പിന്നോട്ടിൽ നിന്നുള്ള സന്ദേശം തന്നെ അവളുടെ ശരീരഭാഷ അവർ കാട്ടിക്കൊടുത്തു. കാറ്റിൽ പതുങ്ങിയാടുന്ന ചേലയുടെ ചുവന്ന നിറം അവളുടെ തീക്ഷ്ണമായ കണ്ണുകളിലെ ജ്വാലയോട് ചേർന്നപ്പോൾ കാണുന്നവർക്ക് തന്നെ ഒരു വിറയലുണ്ടായി. അവളുടെ ആ ഭാവം തന്നെ ഒരു പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു. കളരിയിലെ ഗുരുവിനും അപ്പുറം ഉറച്ചു നിൽക്കുന്ന ഒരാളുടെ ചൈതന്യം അവളുടെ ശരീരത്തിൽ തെളിഞ്ഞു. പാറ പോലെ നിലത്തുറച്ചിരിക്കുന്ന ഇരുകാലുകൾ, വെല്ലുവിളികളെ ചുംബിക്കുന്ന തീക്ഷ്ണമായ കണ്ണുകൾ, പോരാട്ടത്തിന് സജ്ജമായെന്ന പോലെ ഉയർന്ന നെഞ്ച്. അവളെ കണ്ണു മുതൽ ചുറ്റിനുമുണ്ടായിരുന്നവരുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു. പക്ഷെ അതൊരിക്കലും പേടിയുടേതായിരുന്നില്ല. മറിച്ച് അവളിൽ തെളിഞ്ഞ ആ ധൈര്യവും ഉറച്ച മനസ്സും കാണുന്ന അത്ഭുതത്തിൻ്റെതായിരുന്നു. നീയൊക്കെ വന്നോ നിന്നല്ല, ഈ എനിക്ക് വേണ്ടിയല്ലേ? അപ്പം നേരിടേണ്ടത് തന്നെയാണ്. അവന് വിട്ടേക്ക്. മുന്നിൽ നിൽക്കുന്നവരുടെ ഓരോ ചെറുചലനം പോലും കണ്ണുകളാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൾ പറഞ്ഞതും അവരെല്ലാവരിലും ഒരു പുച്ഛം നിറഞ്ഞു. എടുത്തി അവൻ അവളെ നോക്കി വിളിച്ച അടുത്ത നിമിഷം തന്നെ അവളുടെ കയ്യിലെ കത്തിയൊരുവന്റെ നെഞ്ചു തുളച്ചിരുന്നു.
അവിടെ എന്താണ് സംഭവിച്ചെന്നറിയ ഒരു നിമിഷം ഒന്ന് ഓർത്തെടുക്കേണ്ടി വന്ന അവർക്ക്. നിമിഷ നേരം കൊണ്ട് രുദ്രൻ തനിക്ക് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി മാറി. അവനൊന്ന് ഇമച്ചിമ്മാൻ പോലും മറന്നുകൊണ്ട് അവളെ തന്നെ നോക്കുന്നത് പോയി. എന്റെ ദേവി, ഇതിന്റെ അടുത്തേക്കാണല്ലോ അലറി വണ്ടി ഇടിച്ചു കയറി ചെന്നുകൊണ്ടിരുന്നത്. അവനെതിരെ വരുന്നവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു വിട്ടെന്നുള്ള നോക്കിയൊന്നും മിന്നീലിറക്കിക്കൊണ്ട് പറഞ്ഞുപോയി. എന്തോ ഭാഗ്യത്തിന് അങ്ങേര് ഭിത്തി തൂങ്ങാതിരുന്നു. അവനും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറയലും താഴെ അടികൊണ്ട് വീണവരിലൊരുത്തൻ രുദ്രനിലേക്ക് വാളോങ്ങിയത് ഒന്നിച്ചായിരുന്നു. ആ ഒരു നീക്കം തീരെ പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴേക്കും ആ വാൾമുന അവന്റെ കൈത്തുടയിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയിരുന്നു. അവനിൽ നിന്ന് വേദനയോടെയുള്ള ഒരു സ്വരമുയർന്നു. അവന്റെ ആ വേദനയോടെയുള്ള ശബ്ദം കാതിലേക്ക് വധിച്ചു. അതുവരെ അവനെ നേരിട്ടുകൊണ്ടിരുന്നവരുടെ ശ്രദ്ധ ഒരു മാത്രം അവനിലേക്ക് പോയി. കുഞ്ഞാ! അവന്റെ കൈത്തുടകളെ നനച്ചുകൊണ്ട് ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികൾക്കാണെന്നും പതിരിക്കൊണ്ട് അവനരിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങിയുടെ തലത്തിൽ ശക്തിയായ ഒരു അടി കിട്ടിയതും അവൾ നിലയിട്ടാ താഴേക്ക് ഊർന്നിരുന്നു പോയി. അത് കണ്ടതും ഒരു വിളിയോടെ അവൾക്കരികിലേക്ക് നീങ്ങാൻ ഒരുങ്ങിയവനെ അതിന് സമ്മതിക്കാതെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചു വെച്ചു. നോക്കി നിൽക്കാതെ അവളെടുത്ത് വണ്ടിയിലിടാ. അവനെ പിടിച്ചു വെച്ചിരുന്നവരിൽ ഒരുവൻ അലറിയതും അവൾക്കരികിലുണ്ടായിരുന്ന രണ്ടുപേർ അവളെ പൊക്കിയെടുത്ത് അവർ വന്ന വണ്ടിയിലേക്ക് ഇട്ടു. അപ്പോഴേക്കും അവളുടെ ബോധം പൂർണ്ണമായും നഷ്ടമായിരുന്നു. അവൻ അവരുടെ പിടിയിൽ നിന്ന് കുതിരിക്കൊണ്ടിരുന്നു. നിങ്ങൾ രണ്ടാളും അവളെയും കൊണ്ട് വിട്ടോ, ഞങ്ങൾ ഇവന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് അങ്ങ് വന്നേക്കാം. അയാൾ അവരെ നോക്കി പറഞ്ഞു. ആ ഒരു വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയിരുന്നു. ഈ ചെയ്യുന്നതിനൊക്കെ നീയൊക്കെ അനുഭവിക്കൂടാ. രുദ്രൻ അവരുടെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടേ അവർ നോക്കി ചീറി. ഇങ്ങനെ പേടിപ്പിക്കാൻ തമ്പുരാങ്ങ, ഞങ്ങൾ ചിലപ്പോ പേടിച്ചങ്ങ് പോവുകയെ. ആ കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞുകൊണ്ട് താഴെ കിടന്നൊരു കത്തി കയ്യിലേക്ക് എടുത്തു. നീ നേരത്തെ എന്താ പറഞ്ഞ്? ഞങ്ങൾ വന്ന് കയറി ഇടം മാറിപ്പോയെന്നോ? കിട്ടുന്നത് വാങ്ങിക്കൂട്ടി പോയാൽ മതിയെന്നോ? അയാൾ അവന് തലമുള്ളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പരിഹാസരൂപേണ ചോദിച്ചു. അവന്റെ മുഖം ചുവന്നു കയറിയിരുന്നു. അവൻ മുന്നിൽ നിൽക്കുന്നവനെ തന്റെ കണ്ണുകളാൽ നിഗ്രഹിക്കുമെന്ന പോലെ നോക്കി. ഞങ്ങൾ ശരിയായിടത്തേക്ക് തന്നെയാണ് വന്നത്. നിനക്കാ ആളും സ്ഥലവും മാറിപ്പോയത്. അവൻ വക്രിച്ചൊരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടത് രുദ്രൻ അവന്റെ കണ്ണുകളിൽ തെല്ലിട പോലും നോട്ടം മാറ്റാവുന്ന കുതിരി. സാരമില്ല, നിന്നെ ഞാൻ ശരിയായ സ്ഥലത്തേക്കെന്ന് പറഞ്ഞേച്ചേക്കാം. അയാൾ പറയുന്നതിനൊപ്പം കയ്യിലെ വാൾ അവന് നേർക്ക് ആഞ്ഞു വീശിയതും ഒരു ഹോൺ ശബ്ദത്തോടൊപ്പം ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അവർക്ക് നേരെ പതിച്ചത് ഒന്നിച്ചായിരുന്നു. കണ്ണുകളിലേക്ക് വന്ന് വധിക്കുന്ന പ്രകാശരശ്മികളുടെ തിളക്കത്തെ നേടാനാവാതെ ഒരു കൈ കൊണ്ട് മുഖം മറച്ചയാൾ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തങ്ങൾക്ക് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കറുത്ത അംബാസിഡർ കാറാണ്. ആ കാർ കാണെ രുദ്രന്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു. ആ നിമിഷം തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് ഒരു 48 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഉറച്ച ശരീരത്തോടു കൂടി ഒരുവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അമ്മാവൻ! രുദ്രന്റെ ചുണ്ടുകൾ മുന്നിൽ കാണുന്ന കാഴ്ചയെ വിശ്വസിക്കാനാവാതെ ചലിച്ചു. ഏത് മുഖത്തേക്ക് വന്നിരിക്കുന്ന വെളിച്ചത്തിന്റെ തീക്ഷ്ണ താങ്ങാൻ കഴിയാതെ രുദ്രന് നേർക്ക് വാൾ വീശാൻ ഒരുങ്ങിയവൻ അലറി. ഏത് കഴിവേറിക്കാടാ? ഞാൻ ആരാണെന്ന് അറിയേണ്ടത്? അയാൾ ചോദിക്കുന്നതിനൊപ്പം കാലുകൊണ്ട് ആ കാർ ഡോർ ചവിട്ടിയടച്ച് ഉടുത്തിരുന്ന കറുത്ത മുണ്ടൊന്നും മടക്കി ഉടുത്ത് കഴുത്തിൽ കിടന്നിരുന്ന മാരൂരി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയവന് നേർക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കരികിലേക്ക് പാഞ്ഞു. സ്വാമി ശരണം! അയാൾ ആ മാല കൈകൊണ്ട് ക്യാച്ച് അടിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു. ഇപ്രാവശ്യവും മലക്കുപോക്ക് മുടങ്ങിയില്ലോ എന്റെ അയ്യപ്പ. അയാൾ തന്നെ കയ്യിലിരിക്കുന്ന മാലയിലേക്കും കലിയോടെ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നവന് നേർക്ക് നോക്കിക്കൊണ്ട് ദയനീയമായി പറഞ്ഞുപോയി. നീയൊക്കെ തീർന്നട നാറികളെ! രുദ്രൻ തങ്ങൾക്ക് നേരെ മതമിളകി ഒറ്റയാനെ പോലെ നടക്കുന്നവരിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ പറഞ്ഞു. അമ്പലമുറ്റത്ത് ചിതറിയോടുന്ന ആളുകൾക്കിടയിലൂടെ അവരിരുവരും കമ്മിറ്റി ഓഫീസ് ലക്ഷ്യം വെച്ച് പാഞ്ഞു. ആകെ താളം പിഴച്ച അന്തരീക്ഷത്തെ കൂടുതൽ ഭയാനകമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ആനയുടെ നീട്ടിയുള്ള ചിഹ്നം വിളി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഭയന്ന് വിറച്ച് ഓടുന്നവരിൽ പലരും ഇടറി താഴേക്ക് വീണു. മറ്റുള്ളവരെ അതൊന്നും വകവെക്കാതെ അവർക്ക് മുകളിലൂടെയും മുന്നിലുള്ളവരെ തള്ളിമാറ്റിയും പ്രാണരക്ഷാർത്ഥം മുന്നോട്ട് കുതിച്ചു. അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് കെട്ടിയൊരുക്കിയിരുന്ന വലിയ വേദിയിലെ കലാപരിപാടികളെല്ലാം നിമിഷങ്ങൾക്കകം നിർത്തിവെച്ചിരുന്നു. നൃത്തത്തിനായി വന്ന പെൺകുട്ടികൾ പേടിയിൽ കണ്ണു നിറച്ച് കരഞ്ഞു. ചിലർ ഭയത്തിൽ നിലത്തന്നെ ഇരുന്നു. ചെണ്ടമേളക്കാരുടെ ചെങ്ങകളും കുഴലുകളും എല്ലാം നിലത്തും മറിഞ്ഞു വീണു. അവയുടെ കൊത്തുപണിയുള്ള പാളികൾ പൊട്ടി മണ്ണിലമർന്നു. പാപ്പാന്മാർ കൊമ്പിൽ കെട്ടിയ അലങ്കാര പൊക്കങ്ങൾ പിടിച്ച് മറ്റുള്ള ആനകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കമ്മിറ്റി ഓഫീസിലേക്ക് പാഞ്ഞുകയറുന്ന ഇരുവരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു അവശേഷിച്ചത്. എന്തു വന്നാലും ഇന്നത്തെ ഉത്സവം മുടങ്ങരുത്. ചുറ്റും നിലവിളികളും ഓട്ടപ്പാച്ചിലും. വഴിയിലൊക്കെ പതുങ്ങിപ്പോവാൻ ശ്രമിക്കുന്ന കുട്ടികൾ ഉയർത്തിപ്പിടിച്ച് മാതാപിതാക്കൾ കണ്ണു നിറച്ച് രക്ഷപ്പെടാൻ നോക്കി. അമ്പലത്തിന്റെ കൊടിമരത്തിന് ചുറ്റുമൊരുക്കിയ പൂക്കളാൽ നിറഞ്ഞിരുന്ന ഭംഗിയും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളുമൊന്നും അവിടെ അവശേഷിക്കാത്ത വണ്ണം അവിടും ഇപ്പോൾ കേൾക്കുന്നെല്ലാം ആനയുടെ അലർച്ചയും മനുഷ്യരുടെ ഭീതി ചെല്ലലുകളും മാത്രം. എത്രയും വേഗം മയക്കുപിടി വെക്കാൻ ആളിറക്കണം. മേഘൻ ആളുകളാൽ തിങ്ങിയിറഞ്ഞ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് നൂണ്ടുകയറുന്നിടയിൽ അവിടെ നിന്ന കമ്മിറ്റിക്കാരിൽ ഒരാളോടായി പറഞ്ഞു.
എന്നാൽ ഇന്ദ്രന്റെ കണ്ണുകൾ അതിനകത്തേക്ക് എത്തിയത് മുതൽ ചുറ്റിനും ആരെയോ തിരയുന്ന വെപ്രാളത്തിലായിരുന്നു. ഉണ്ണി! അകത്തേക്ക് വന്ന മേഘനെ കണ്ടതും ചന്ദ്രാസൻ അവനരികെ വന്നോണ്ട് വിളിച്ചു. ഉണ്ണി, കണ്ണനു രാഹു എവിടെയാടാ? അയാൾ അവനരികിലേക്ക് വന്നുകൊണ്ട് ആകുലതയോടെ ചോദിച്ചു. കുഞ്ഞൻ വീട്ടിലേക്ക് പോയിരിക്കുക. രാഹു അവനിവിടെ എവിടെയുണ്ട്? അവൻ ചുറ്റിയൊന്ന് കണ്ണു വായിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. ഈ നേരം അത്രയും ഇന്ദ്രന്റെ കണ്ണുകൾ ആ ആൾക്കൂട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ടവളെ തിരയുന്ന തിരക്കിലായിരുന്നു. തന്റെ കണ്ണെത്തുന്ന ദൂരത്തൊന്നും അവളെ കാണാതായതും അവന്റെ ഹൃദയതാളം ദ്രുതഗതിയിലായി. അവൻ തന്റെ വിയർപ്പ് ഒടിഞ്ഞ നെറ്റിത്തളം വലതു കൈകൊണ്ട് തുടച്ചു മാറ്റി തനിക്ക് ചുറ്റും അവളെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഇല്ല, കാണുന്നില്ല. ആ കൂട്ടത്തിൽ അവളെയും കുഞ്ഞിനെയും മാത്രം കാണുന്നില്ല. അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എല്ലാം പോയല്ലോ തമ്പുരാക്കുട്ടി. അവരിരുവരെയും കണ്ടതും തിരുമേനി കണ്ണീരോടെ പരിതപിച്ചു. ഇല്ല തിരുമേനി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരുമേനി പേടിക്കാതെ. ഈ ഉത്സവം എന്ത് വില കൊടുത്തും നമ്മൾ നടത്തിയിരിക്കും. മേഘൻ അയാൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് പറഞ്ഞു. എങ്ങനെ നടത്തുന്ന മൈക്കുഞ്ഞെ? ദേവിയുടെ തിടമ്പേറ്റി ആനക്ക മത ഇളക്കിയിരിക്കണേ. ബാക്കിയുള്ള പാപ്പാന്മാരാണെങ്കിൽ അവിടെ ആനയും കൊണ്ട് പോവാൻ നിൽക്കണം. ഇനിയിപ്പോ ആ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരാനാ? അയാൾ അവനെ നോക്കി നിറകണ്ണുകളോടെ ചോദിച്ചു. ഇനി പാറ കൊടുക്കൽ എഴുന്നള്ളിപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതിനൊരു മുടക്കം വരാതെ കൃത്യസമയത്ത് തന്നെ നടന്നിരിക്കും. മേഘന അയാൾക്ക് ഉറപ്പ് നൽകി. ഈ മേഘനാഥന് ഉயிருള്ളിടത്തോളം ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ആളുകളോട് അഹങ്കരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇന്ന് ഈ നിമിഷം ഞാൻ നടത്താൻ പോവാ. എനിക്ക് മുന്നിൽ വേറെ വഴികളേതും ഇല്ലാതായി പോയി. ഇല്ലെങ്കിൽ തല പോയാൽ ഇങ്ങനെ ഒന്നിന് ചന്ദ്രമംഗലത്തെ മഹേശ്വരൻ മേഘനാഥൻ കൂട്ടു നിൽക്കില്ലായിരുന്നു. അവൻ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഉത്സവം മുടങ്ങില്ല. ദേവിയുടെ തിടമ്പേറ്റാൻ അവൻ വരും. തന്നെ നോക്കി നിൽക്കുന്ന തിരുമേനി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് മേഘന അവിടെ നിന്ന് നടന്നു നീങ്ങാൻ ഒരുങ്ങവയാണ്. ആ ആൾക്കൂട്ടത്തിൽ ആരെയും തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ദ്രനിൽ അവന്റെ കണ്ണുകളൊടക്കിയത്. ഇതാ! മേഘം വിളിച്ചതും അവൻ ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് അവൻ തിരിഞ്ഞു നോക്കി. അവളെയും മോളെയും കാണുന്നില്ലടാ. അവനുള്ളിലെ ഭയം നിയന്ത്രിക്കാൻ കഴിയാതെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി പറഞ്ഞു. മേഘന്റെ ഫോൺ ശബ്ദിച്ച് ഒന്നിച്ചായിരുന്നു. ഹലോ ഏട്ടാ, ഏടത്തിയാ കൊണ്ടുപോയി ഏട്ടാ. അപ്പുറത്തുനിന്ന് കേട്ട വാർത്തയിൽ ഒരു നിമിഷം അവൻ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. മഹി, അവരിവിടെ കാണുന്നില്ല എന്ന്. ഇന്നും തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരെന്ന് കുലുക്കിക്കൊണ്ട് ശബ്ദമുയർത്തി പറഞ്ഞു. അവൻ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവരിവിടെ ഇല്ല, ഉണ്ടെങ്കിലല്ലേ കാണൂ. അവൻ പറഞ്ഞു. ഇന്ദ്രന്റെ കണ്ണുകളൊന്ന് കുറുകി. അവര് രണ്ടാളും അയാളുടെ പിടിയിലാണ് ഇന്ദ്ര. നാൽപ്പാട്ടെ ശിവശങ്കര നമ്പിയുടെ പിടിയിൽ. അവൻ പറഞ്ഞു. ഇന്ദ്രന്റെ കണ്ണുകളൊന്ന് കൂർത്തു. അവര് മാത്രമല്ല, ദുർഗയും അയാൾക്കെടുത്ത. മേഘൻ അവനെ നോക്കി പറഞ്ഞു. അതുവരെ ഭയം നിഴലിച്ചിരുന്ന അവന്റെ കണ്ണുകൾ ക്രോധം പൊതിഞ്ഞു. ഇനി എങ്ങനെയാ കാര്യങ്ങള്? ഇന്ദ്രൻ ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് മേഘൻ നോക്കി ചോദിച്ചു. അന്നത്തെ ഉത്സവം അവസാനിപ്പിച്ചുകൊണ്ടുള്ള കഥീനോടെ പൊട്ടിയത് ഒന്നിച്ചായിരുന്നു. ഈ പൂരം കൊടിയിറങ്ങുന്നവരെ അയാൾക്ക് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കിളവന് നേരത്തെ കെട്ടിയെടുക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? മേഘൻ പറഞ്ഞുകൊണ്ട് തന്നെ മീശൊന്ന് പിരിച്ചു വെച്ചു. ഡാ, രുദ്രൻ എവിടെയാടാ? രാഹു അവനരികിലേക്ക് വന്നിട്ട് ആകുലതയോടെ തിരക്കി. ആനയെ കൊണ്ടുപോയോ? അവന്റെ ആ ചോദ്യത്തെ പാട വീണിച്ചുകൊണ്ട് മേഘൻ തിരക്കി. അത് മയക്കി പിടിച്ചുകൊണ്ടുപോയി. അതല്ലടാ രുദ്രൻ, അവനെവിടെ? നീ വാ, ഒരു പണിയുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ബാക്കിയുള്ള ആനകളുമായും പാപ്പാന്മാർ അവിടെ നടന്നു നീങ്ങുന്നതാണ് അവൻ കണ്ടത്. ഡാ, അവൻ എവിടെയെന്ന് രാഹു അവനോട് ചോദിക്കലും കുട്ടിശങ്കനെ നീട്ടിയുള്ള ചിഹ്നവിളിയോടെ മുഴങ്ങിക്കേട്ടിരുന്നു. മേഘ! അത് കാണി രാഹു വിശ്വാസം വരാത്ത പോലെ അവരെ വിളിച്ചു. അതുവരെ ഒരു ആശ്വാസത്തിൽ നിന്ന ആളുകൾ ആനയുടെ ചിഹ്നം വിളി കേട്ടതും ഭീതിയോടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് അമ്പലമുറ്റത്തേക്ക് നടന്നെടുക്കുന്ന കുട്ടിശങ്കരനെയും പാപ്പാൻ ശശിയുമാണ്. നടയാനെ! പാപ്പാൻ അവനോട് കൽപ്പിച്ചിട്ടും അത്രയും ആളുകൾ ഒരുമിച്ച് കണ്ട പരിഭ്രാന്തിയിൽ നടക്കാൻ വിശ്രമിച്ച് നിൽക്കുന്നവനെ കാണെ മേഘന അവനടുത്തേക്ക് നീങ്ങി. തനിക്ക് മുന്നിൽ നിൽക്കുന്ന മേഘനെ കണ്ടതും ശങ്കരന് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാകാൻ തുടങ്ങി. ഏയ്, ഒന്നുമില്ലടാ. അവൻ ആ നീണ്ട തുമ്പിക്കൈയിലും തഴയിക്കൊണ്ട് പറഞ്ഞു. ആളൊരു മുരളിലൂടെ ശാന്തനായി. ആവശ്യമില്ലാത്തൊരു വെച്ചുകെട്ടലുകളും ഒരു ശബ്ദകോലാഹലങ്ങളും വേണ്ട. ഇങ്ങനെ ഈ കോലത്തിൽ ദേവിയുടെ തിടമ്പേറ്റിയാ മതി ഇവൻ. അവൻ പറഞ്ഞുകൊണ്ട് തിരുമേനി കൊണ്ടുവന്ന തളികയിലെ കുങ്കുമം എടുത്ത് അവന്റെ മസ്തകത്തിൽ നീട്ടി വരച്ചു കൊടുത്തു. ഏട്ടാ! രുദ്രന്റെ ശബ്ദം കേട്ടതും മേഘന്റെയും ഇന്ദ്രന്റെയും ശ്രദ്ധ അവിടേക്ക് പോയി. അവനൊപ്പം നടന്നു വരുന്ന ആൾക്കാണ്. മേഘന്റെ കണ്ണുകളൊന്ന് അത്ഭുതത്താൽ വിടർന്നിരുന്നു. ഈ കാലഭൈരവൻ ഇതെപ്പോ കിട്ടിയെടുത്ത് എന്റെ ചക്രത്തപ്പ. രുദ്രനൊപ്പം ദേഷ്യത്തിൽ നടന്നെടുക്കുന്നവനെ കാണെ ചന്ദ്രാസൻ പറഞ്ഞുകൊണ്ട് മേഘന്റെ മറവിലേക്ക് പതുങ്ങി. കെട്ടിയ പെണ്ണിനെ നോക്കാൻ വൈകി നീയൊക്കെ എന്തിനാണ് അമ്മമാരെ കെട്ടിയത്? കെട്ടി കൂടെ കൂട്ടിയോളെ നോക്കാതെ അവന്റെയൊക്കെ ഒരു കോപ്പിൽ ഉത്സവം ഉണ്ടാക്കല്. അയാൾ ക്രോധത്താൽ പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നെടുത്തു. തനിക്ക് നേരെ ചീറിയെടുക്കുന്ന ആളെ കാണെ മേഘനിൽ ഒരു പരിങ്ങലായിരുന്നെങ്കിൽ ഇന്ദ്രനിൽ അതൊരു ചോദ്യചിഹ്നമായിരുന്നു സൃഷ്ടിച്ച്. അവൻ തന്നെ സംശയത്താൽ ചുരുങ്ങിയ കണ്ണുകളാൽ അയാളെയും മേഘനെയും മാറി മാറി വീക്ഷിക്കുകയാണ്. എടാ, നോക്കാൻ പറ്റില്ല വെച്ചാൽ അതിനൊന്നും തല വെച്ച് കൊടുക്കാതിരുന്നൂടെ നിനക്കൊക്കെ? അയാൾ അവർക്ക് മുമ്പിലേക്ക് വന്നിരുന്നോണ്ട് ചീറി. അമ്മാവനെപ്പോ വന്നു?
മേഘൻ ഒരു പരിങ്ങളോടാണ് നോക്കി ചോദിച്ചു. നിന്റെ വ്യാസം കുഞ്ഞേ അരുത്, സ്വാമിയാണ്, ദാ മാല. അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ അവനെ പാതിയിൽ തടഞ്ഞുകൊണ്ട് കയ്യിൽ അയ്യപ്പ സ്വാമിയുടെ മാല ആൾക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇടയിൽ കയറി വിളിച്ചു പറഞ്ഞു. ഇനി എന്തോന്നും സ്വാമി, ഈ നിൽക്കുന്ന കിഴങ്ങുകളെല്ലാം കൊണ്ട് ഈ കലോടച്ചില്ലേ? അയാൾ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി പരിഗണിച്ച് പറഞ്ഞുകൊണ്ട് ഒടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി. ഏട്ടാ, മണിയനാ വിളിച്ച്. അയാൾ യക്ഷിക്കാവിലുണ്ടത്രേ. ഇരുപത്തിന് അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഉറപ്പാണോ? അതെ, പിന്നെ അയാൾ ഒറ്റക്കല്ല, സഹായത്തിനൊരു പട തന്നെ ഉണ്ടെന്നാ മണിയൻ പറഞ്ഞ്. അയാൾ രണ്ടും കൽപ്പിച്ചിട്ട് ഏട്ടാ. അവൻ മേഘനെ നോക്കി പറഞ്ഞു നിർത്തി. ദേവേന്ദ്രനോ മേഘനാഥനോ യോദ്ധാക്കന്മാർ അതാരുമായിക്കോട്ടെ, അവരുടെ എല്ലാം വിജയം എഴുതപ്പെട്ടത് വാളിന്റെ അഗ്രങ്ങൾ പൊടിഞ്ഞ ചോരത്തുള്ളികളുടെ ചുവപ്പിനാലാണ്. വാള് വീശി പടപൊരുതിയിട്ട് ആരും എന്തും നേടിയിട്ടുള്ള ചരിത്രമുള്ള രുദ്ര, അതിപ്പോ എതിരെ നിൽക്കുന്നവൻ എത്ര കൊലക്കൊമ്പനാണെന്ന് പറഞ്ഞാൽ കൂടി. വ്യാസൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ അയാളുടെ വാക്കുകളിലേക്കായി. ഇങ്ങനെ കുന്തം വിഴുങ്ങിയ കണക്കെന്റെ ചന്തവും നോക്കിക്കാതെ പിടിച്ചോണ്ട് പോയതുങ്ങളൊക്കെ പോയി വിളിച്ചോണ്ട് വാടാ കോപ്പന്മാരെ. എന്നാൽ അടുത്ത നിമിഷം അയാളുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേൾക്കെ അതുവരെ അയാളെ നോക്കിയിരുന്നവന്മാരെല്ലാം ഇതെന്ത് സാധനം എന്ന പോലെ അയാളെ നോക്കി. അമ്മാവ് വരുന്നില്ലേ? എന്തേ എന്റെ വാലിൽ തൂങ്ങി നിനക്ക് പോവാനൊക്കെ ഉള്ളൂ? അയാൾ അവനെ നോക്കി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ഇനിയൊന്നും കേൾക്കാൻ ബാക്കിയില്ലാത്ത പോലെ മേഘൻ അവിടുന്ന് നടന്നു നീങ്ങി തുടങ്ങിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.